GCC രാജ്യങ്ങളുടെ വികസന കൂട്ടായ്മയുടെ ഭാഗമായ GCC റെയിൽവേ പദ്ധതിക്ക് കുവൈറ്റിൽ തുടക്കമാകുന്നു. പദ്ധതിയുടെ ആദ്യഘട്ട സർവേ, പദ്ധതി രൂപകൽപ്പന എന്നിവയ്ക്കുള്ള ടെൻഡർ തുർക്കിയ കമ്പനിക്ക് നൽകിയാണ് കുവൈറ്റ് ഗവൺമെന്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. GCC റെയിൽവേയുടെ കുവൈറ്റിലെ ഭാഗം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ടെൻഡർ തുർക്കിയ കമ്പനിയായ പ്രൊയാപ്പി സ്വന്തമാക്കി. ആദ്യഘട്ട സർവേ, പദ്ധതി രൂപകൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടിയാണ് പബ്ലിക് ടെൻഡറുകൾക്കായുള്ള സർക്കാർ ഏജൻസി പൂർത്തിയാക്കിയത്. 12 മാസമാണ് അനുവദിച്ച കാലപരിധി. ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ്, ചൈനീസ് കമ്പനികളും ബിഡുകൾ സമർപ്പിച്ചിരുന്നു. കുവൈറ്റിലെയും GCC രാജ്യങ്ങളിലെയും ഗതാഗത മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് GCC റെയിൽവേ പദ്ധതി. കുവൈറ്റ് മുതൽ സൗദി അറേബ്യയിലെ ദമാം വരെയും പിന്നീട് ബഹ്റിനിലേക്കും ഖത്തറിലേക്കും നീളുന്ന 2217 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ പാത ഇതിന്റെ ഭാഗമാണ്. പാത സൗദിയിൽ നിന്ന് അബുദാബി, അലൈൻ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കും നീളും. യാത്രക്കാരുടെ ഗതാഗതത്തിനും ചരക്ക് ഗതാഗതത്തിനുമായി പദ്ധതിയിൽ 2 വ്യത്യസ്ത ലൈനുകൾ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിനെയും സൗദിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ട്രാക്കിന്റെ നീളം 111 കിലോമീറ്ററാണ്. ദിവസേന 6 ട്രിപ്പുകളിലായി 3300 യാത്രക്കാർക്ക് സഞ്ചരിക്കാനും ഏകദേശം 500 കിലോമീറ്റർ 1 മണിക്കൂറും 40 മിനിറ്റും ഓടിയെത്താനും കഴിയും എന്ന വിധത്തിലാണ് രൂപകൽപ്പന. 2009 ബഹ്റിൽ നടന്ന GCC ഉച്ചകോടിയിൽ 6 GCC അംഗരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളായാണ് ഈ മെഗാ പ്രോജക്ട് ആദ്യമായി അവതരിപ്പിച്ചത്. അന്തർ GCC വാണിജ്യം, യാത്ര, സംയുക്ത സംരംഭങ്ങളെ പിന്തുണയ്ക്കൽ എന്നിവ സുഗമമാക്കുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി രാജ്യത്തെ അതിർത്തി പ്രദേശമായ നുവൈസി മുതൽ ഷെദാദിയ വരെ നീളുന്ന പാതയാണ് പൂർത്തീകരിക്കുക. മേഖലയിൽ വൻ വികസനത്തിന് കുതിപ്പ് വഴിയൊരുക്കുന്ന സ്വപ്ന പദ്ധതിയാണ് GCC റെയിൽവേ. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.